പാലക്കാട് മണ്ഡലത്തിൽ വി.കെ. ശ്രീകണ്ഠന്റെ പ്രചരണ പരിപാടികൾ തകൃതിയായി നടക്കുകയാണ്. പ്രചരണ പരിപാടിക്കിടയിൽ അദ്ദേഹം ഇപ്പോൾ പ്രഭാത ഭക്ഷണം കഴിക്കുവാനായി കയറിയിരിക്കുന്ന ഹോട്ടലിൽ നമുക്ക് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാം. നമസ്കാരം. ഇപ്പോൾ പാർലമെന്റ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിക്കുക, തൊഴിലാളികളെ കാണുക, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ആദ്യ റൗണ്ട് പ്രചരണം. ഇന്നിപ്പോൾ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ്. കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷമാണ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി എല്ലാ അർത്ഥത്തിലും തുടക്കം കുറിക്കുക. നിയോജകമണ്ഡലം കൺവെൻഷനുണ്ട്, പഞ്ചായത്ത് തല കൺവെൻഷനുണ്ട്. അത് പൂർത്തിയാക്കിയാൽ സ്ഥാനാർത്ഥി പ്രചരണ പരിപാടിയാണ്. ആദ്യ റൗണ്ട് ഇങ്ങനെ എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. നല്ല പ്രതികരണമാണ്. UDF അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് പാലക്കാട് കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ MP-മാരാണ്. ഒരു വികസന പ്രവർത്തനവും നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടില്ല. കുടിവെള്ള പദ്ധതികൾ, റോഡ്, റെയിൽ ഗതാഗതം തുടങ്ങി വിവിധ വിഷയങ്ങളെക്കുറിച്ച് കാർഷിക മേഖലയായ പാലക്കാട് ഒട്ടനവധി പരാതികളാണ് ജനങ്ങൾക്കുള്ളത്. കഴിഞ്ഞ കാലം അത്രയും ആ പരാതികൾ പറയുകയല്ലാതെ ഒന്നും പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ പരിഹാരം ഉണ്ടാകാൻ കോൺഗ്രസ് വരണം എന്ന് UDF വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. വളരെ അനുകൂലമായ ഒരു ട്രെൻഡാണ് UDF അനുകൂലമായിട്ടുള്ളത്. പുതുശ്ശേരി പഞ്ചായത്തിൽ വി.കെ. ശ്രീകണ്ഠൻ വോട്ടഭ്യർത്ഥിച്ച് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു കൂട്ടം തൊഴിലുറപ്പ് തൊഴിലാളികളുമായി അദ്ദേഹം ഇപ്പോൾ സംവദിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ തൊഴിലാളികളോട് ഈ സ്ഥാനാർത്ഥിയോട് എന്തൊക്കെയാണ് ആവശ്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊന്ന് ചോദിക്കാം. കാശും കിട്ടണം, പണിയും വേണം, അത്രയാണ് ഞങ്ങൾക്ക് ആവശ്യം. എന്താവശ്യമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയോട് പറയാനുള്ളത്? നിങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യം അത്ര തന്നെ. കട്ടിലേക്ക് എഴുതി കൊടുത്ത് വർഷക്കണക്കായിട്ട് കട്ടില് കിട്ടിയിട്ടുണ്ട്. മണ്ണിലാ കിടക്കണം. അത് തരാൻ പറയും. സാർ, ഞങ്ങൾക്ക് 3 വർഷമായി 100 പണി ഞങ്ങൾക്ക് കിട്ടണേ ഇല്ല. അത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ചെയ്യുന്ന പണിക്ക് ശമ്പളമേ കിട്ടണില്ല. ഭയങ്കര സങ്കടമാണ്. ഞങ്ങളിത് പഞ്ചായത്തിൽ പോയി 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പോയി എല്ലാവരും ഒരു 10-20 ആൾ ചേർന്ന് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 ദിവസത്തെ പണി കിട്ടും. പിന്നെ പഴയതുപോലെ മിണ്ടാതെ വീട്ടിൽ ഇരിക്കേണ്ടി വരും. ചോദ്യം പറയും ഞങ്ങളല്ല കേന്ദ്രമാണ് പറയും. കേന്ദ്രം പറയുന്നത് ഇവരാണ് പറയും. ഞങ്ങൾക്ക് അവസാനം ഒരു പണിയില്ല. ഞങ്ങൾക്ക് പാവപ്പെട്ട ആൾക്കാരുടെ പിച്ചച്ചട്ടി കൈയിട്ട് വരുന്ന പോലെയാണ് ഇവിടെയുള്ള ആൾക്കാർ ഞങ്ങളായിട്ട് കഷ്ടപ്പെടുത്തുന്നത്. ഇവർ വിളിക്കുമ്പോൾ ആര് വിളിക്കുമ്പോഴാണെങ്കിലും ഞങ്ങൾ വോട്ട് ചെയ്യാനും പോകണം, അതുപോലെ മീറ്റിങ്ങിന് വിളിച്ചാൽ മീറ്റിങ്ങിനും പോകണം. ഞങ്ങളെ വെറും ബൊമ്മകളാക്കിയിരിക്കണം. ഞങ്ങൾ വെറും പാവപ്പെട്ട ആൾക്കാരായതുകൊണ്ടാണ് ഇവരൊക്കെ ഞങ്ങൾ ഇത്രയും ബൊമ്മകളാക്കിയിരിക്കുന്നത്. സാർ, ഞങ്ങൾക്കൊരു സംശയമുണ്ട്. സാർ പറഞ്ഞില്ലേ ഇപ്പോ വേതന പണം വാങ്ങി കിട്ടുമെന്ന്. ഞങ്ങൾക്ക് 6 മാസമായി ജോലിക്ക് പോകാണ്ട് ഞങ്ങൾ ഇരിക്കുകയല്ലേ. ഞങ്ങൾക്ക് എത്ര വേതന പണം ഇവർ വാങ്ങി തന്നിട്ടുണ്ട് അതറിയണല്ലോ. കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് 50 പണി, 45 പണി, 58 പണി ആയിട്ടുള്ളൂ ഒരാൾക്കാർക്ക്. വേതന പണം വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ഇവരുടെ എല്ലാ ആവശ്യം ഒരാൾ പറയുന്നു കട്ടില് കിട്ടിയില്ല, അവർക്ക് ഡെയിലി ജോലി വേണം, അതിന് തക്കതായ ശമ്പളം വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ ജയിച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. ഉറപ്പാണ്. എന്നെ നിങ്ങളെ എല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയാണെങ്കിൽ ആദ്യം 100 ദിവസം തൊഴിലുറപ്പ് പണി എന്നുള്ളത് ആ 100 ദിവസം ഉറപ്പാക്കും. 150 ദിവസമാക്കിയിട്ട് വർദ്ധിപ്പിക്കാൻ പാർലമെന്റിൽ പുതിയ നിയമം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടും. പണി ചെയ്തതിന്റെ കൂലി വേണം. ഞങ്ങൾക്ക് 6 മാസമായി പണിയെ പൈസ കിട്ടണേ ഇല്ല. ഞങ്ങൾ ഈ പണി ചെയ്തിട്ടല്ലേ കഴിയണം, വേറെ പണിക്ക് പോണില്ലല്ലോ. അപ്പൊ ഈ പണി ചെയ്യുമ്പോ നമുക്ക് ശമ്പളം കിട്ടണ്ടേ? ശമ്പളേ കിട്ടണില്ല. തീർച്ചയായിട്ടും ഈ ഒരു തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാവരും തന്നെ പറയുന്നത് അവർക്ക് ദിവസവും തൊഴിൽ വേണം, അവരുടെ തൊഴിൽ ദിനം വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ ചിലരൊക്കെ പറഞ്ഞു കട്ടില് പോലും കിട്ടിയിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പരാതിയൊക്കെ ഉന്നയിച്ചു. ഇതിനൊക്കെ ശാശ്വത പരിഹാരം നൽകുമെന്നാണ് ഇപ്പോൾ വി.കെ. ശ്രീകണ്ഠൻ ഇവർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. MS ശംഭുവിനോടൊപ്പം R. പീയൂഷ്, മറുനാടൻ TV.